എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ശനിയാഴ്ച ദിവസത്തെ നമ്മുടെ ഒരു റൊട്ടീനാണ് കാണിക്കുന്നത്. സാറ്റർഡേ നമ്മൾ എന്തെങ്കിലുമൊക്കെ പെസ്റ്റിസൈഡ്സ് നമ്മുടെ ചെടികൾക്ക് തളിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ ഒരു ദിവസം ഫിക്സ് ചെയ്ത് നമ്മളൊരു സാറ്റർഡേ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ദിവസം ഫിക്സ് ചെയ്ത് അത് ചെയ്യുകയാണെങ്കിൽ നമ്മളത് മറന്നു പോയില്ല. എല്ലാ ആഴ്ചയും തന്നെ നമ്മളിങ്ങനെ ചെടി ഇങ്ങനെ പരിപാലിച്ചാലേ നല്ല വിളവൊക്കെ കിട്ടും. അപ്പോൾ ഈ ഒരു മുളക് കണ്ടോ, ഇതിൽ ഇച്ചിരി കുരുടിപ്പൂ ഇതൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഈ മുളക് ചെടിയിൽ നിറയെ പൂക്കളുണ്ടാകാറുണ്ട്. അപ്പോൾ കാലാവസ്ഥ ഇപ്പം നല്ലതാണ് മുളകിനൊക്കെ. അപ്പോൾ മുളകൊക്കെ നടുന്നവരാണെങ്കിൽ ആ പോട്ടിൽ നല്ല രീതിയിൽ തന്നെ മുട്ടത്തോട് ചേർത്ത് കൊടുക്കണം. മുളകിനും തക്കാളിക്കും ഒക്കെ മുട്ടത്തോട് വളരെ നല്ലതാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ വളം വേണ്ടത് വെണ്ടക്കാണ്. അപ്പോൾ വെണ്ട ഇപ്പം നന്നായിട്ട് തന്നെ പിടിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അതിലും ചിത്രകീടത്തിൻ്റെയൊക്കെ ചെറിയ ആക്രമണം പയർ ചെടിയിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ തുടക്കത്തിൽ തന്നെ നമുക്കത് നുള്ളിക്കളഞ്ഞിട്ട് എന്തെങ്കിലും പെസ്റ്റിസൈഡ്സൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാറിക്കിട്ടും. കഴിഞ്ഞ ദിവസം നമ്മളിതിനൊക്കെ വളം ചെയ്ത് കൊടുത്തതായിരുന്നു. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, എല്ലാവരും കണ്ടു നോക്കണം. ഇതിൽ നമ്മുടെ മഴക്കാലത്ത് ചെയ്യേണ്ട കൃഷി രീതികളെന്നുള്ള വീഡിയോയിൽ വേണ്ട കറക്റ്റായിട്ടുള്ള വളങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു മഴക്കാലത്ത് കുറ്റിയമര വെക്കുന്നത് വളരെ നല്ലതാണ്. നല്ല രീതിയിൽ കായ് കിട്ടും. ഇതിന് സാമ്പാർ പയറെന്നും പറയാറുണ്ട്. ഏത് കാലാവസ്ഥയിലും നല്ലതായിട്ട് വളരുന്നതാണ് പയർ. ഇപ്പോൾ പയറിന് ഞാൻ ഈ പെസ്റ്റിസൈഡ്സൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ കവറിട്ട് കൊടുക്കാൻ ഒരിക്കലും മറന്നു പോരുത്. കാരണം ഈ സമയത്ത് കീടങ്ങളുടെ ആക്രമണം വളരെ കൂടുതലായിരിക്കും. ഇത് കണ്ടോ, ഈ ഒരു പീച്ചിങ്ങ കായ്ച്ച കുത്തിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ നന്നായിട്ട് പരിപാലിച്ചാലേ നമുക്കതൊക്കെ കിട്ടും. ഇതെൻ്റെ കുറച്ച് ഫേവറേറ്റ് പ്ലാന്റ്സൊക്കെയാണ് കാണിക്കുന്നത്. ഈ റോസ, നിങ്ങൾക്ക് പൂക്കളൊക്കെ കാണുന്നത് ഇഷ്ടമാണോ, നടാറുണ്ടോ? അപ്പോൾ അതൊക്കെ കമൻറ്റ് ചെയ്യണം. ഈ റോസ് കണ്ടോ, നിറയെ പൂക്കളുണ്ടാകും. അതേപോലെ തന്നെ ഇതിൻ്റെ ഇതളുകളും നിറയെ ഉണ്ട്. നമുക്ക് അത്തപ്പൂവൊക്കെ ഇടാൻ നേരം ഈ ഒരു റോസ് ഉണ്ടെങ്കിൽ പൂവൊന്നും നമുക്ക് കടയിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഫ്രൈഡേ ഈവനിങ്ങിൽ ഞാൻ ചെടികൾക്ക് എല്ലാത്തിനും വളമൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ എല്ലാം നല്ല ഉഷാറായിട്ട് നിൽക്കുകയാണ്. ഇന്ന് മഴയില്ലാതിരുന്നുകൊണ്ട് ചെടികൾക്ക് വളമൊക്കെ നല്ല രീതിയിൽ കിട്ടിയപ്പോൾ നമുക്ക് മഴയില്ലാത്ത സമയങ്ങളിൽ ലിക്വിഡായിട്ടുള്ള ഫെർട്ടിലൈസർ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റും. ഈ ഒരു സീസണിൽ നമുക്ക് മഞ്ഞളും ഇഞ്ചിയൊക്കെ നടാം. ഇപ്പോൾ മുള വന്നിരിക്കുകയായിരിക്കും എല്ലാതും. അതൊക്കെ നമുക്ക് എടുത്ത് വെച്ചിട്ട് ഇതേപോലെ ചെറിയ ഗ്രോ ബാഗിലോ വലിയ ഗ്രോ ബാഗിലോ ഒക്കെ നടാം. ചെറുതിൽ വേരൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ വലുതിലേക്ക് മാറ്റി നട്ടാലും മതി. നമുക്ക് മണ്ണൊരുക്കാലിനൊക്കെ ബുദ്ധിമുട്ടുണ്ടായില്ല. ഞാൻ സാധാരണ മണ്ണിൽ നടാറുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം പുല്ലൊക്കെ ഇത്തിരി കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഈ ഗ്രോ ബാഗിൽ നട്ടിട്ട് മാറ്റി നടാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും ചെയ്യുന്ന കണ്ട് ഞാനും ചാക്കിൽ ചേനയൊക്കെ നട്ട് നോക്കി. അപ്പോൾ ചാക്കിൽ നട്ടിട്ട് എനിക്ക് അത്ര സക്സസ് ആയി കിട്ടിയില്ല. കാര്യം ചാക്ക് വേഗം പൊടിഞ്ഞു പോവും. അപ്പോൾ ഇതേപോലെ ബക്കറ്റിൽ വെച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ചാക്കിൽ വെച്ച് ചാക്ക് ഇപ്പോഴേ പൊടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല ചാക്കൊക്കെ വെക്കുകയാണെങ്കിൽ ചാക്കിലാണെങ്കിലും നമുക്ക് നടാൻ പറ്റും. ഇന്നലെ അപ്പോൾ നമ്മൾ എല്ലാ ചെടികൾക്കും തന്നെ വളമൊക്കെ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ ഈ വളം തയ്യാറാക്കിയിരിക്കുന്നത് പുല്ലും ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് ഇതൊക്കെ ചേർത്തിട്ടാണ്. അതെല്ലാം ഒരു 15 ദിവസം വെച്ചിട്ട് ഡയലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ മഴ നനഞ്ഞ് മണ്ണൊക്കെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് അത്ര ഡയലൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഈ വേനലിനൊക്കെ ഇതേപോലെ പുല്ല് പറിച്ച് വെച്ചിട്ട് ഇതുപോലെയൊക്കെ വളം തയ്യാറാക്കാനായിട്ട് പറ്റും. പക്ഷെ മഴക്കാലത്ത് നമുക്ക് ലിക്വിഡ് വളങ്ങൾ അധികം ആവശ്യമില്ല. അത് ഒഴിച്ചു കൊടുക്കുന്നത് ചെടിക്ക് അത്ര നല്ലതല്ല. അപ്പോൾ നമ്മൾ ആ പുല്ല് നമുക്ക് വേണമെങ്കിൽ കമ്പോസ്റ്റ് ആക്കാനൊക്കെ ഡ്രൈ ആയിട്ടുള്ള സ്ഥലത്തൊക്കെ എടുത്തു വെച്ച് ചെയ്യാനായിട്ട് പറ്റും. വെറുതെ ഒരു പരീക്ഷണത്തിന് നട്ട നെല്ലാണ്. അപ്പം നമ്മളിത് വിത്തിന് വേണ്ടിയിട്ടാണ് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. രക്തശാലി നെല്ല് നമുക്ക് മാർക്കറ്റിലൊന്നും പെട്ടെന്ന് വാങ്ങാനായിട്ട് കിട്ടില്ല. വിത്തിന് പോലും കിട്ടാറില്ല. വളരെ കുറച്ച് ഏരിയയിലാണ് ഇത് നട്ടിരിക്കുന്നത്. മഴ നനയാതിരിക്കാൻ വേണ്ടി മുകളിൽ ഷീറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം. കൂടുതൽ പേരിലേക്ക് എത്തണമെങ്കിൽ ഇത് നിങ്ങളുടെ ലൈക്ക് അത്യാവശ്യമാണ്. പിന്നെ വീഡിയോസൊക്കെ എല്ലാവരും കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പോൾ താങ്ക് യു.